കാലത്ത് 62 ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അത് ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ല. കയറിക്കിടക്കാൻ വീടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ആ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. എന്നാൽ അത് പരിഹരിക്കുവാൻ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം ആളുകൾക്ക് വീടും ഭൂമിയും നൽകുവാൻ ഈ സർക്കാരിന് കഴിയും. ലോകത്തിന്റെ മുന്നിൽ മാതൃകയായി ഈ കൊച്ചു കിടന്ന ദുരന്തത്തിന്റെ കാലത്ത് ജീവിച്ച മനുഷ്യരാണ്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ അകപ്പെട്ട് വീട്ടിലകപ്പെട്ട മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ നമുക്ക് പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യാൻ, വരുമാനം കണ്ടെത്താൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴാണ് കേരളത്തിലെ 88 ലക്ഷം കാർഡ് ഉടമകൾക്ക് കാർഡിന്റെ വെള്ളയാണോ മഞ്ഞയാണോ പിങ്കാണോ എന്ന നിറവ്യത്യാസം നോക്കാതെ റേഷൻ കടകൾ വഴി സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്ത രാജ്യത്തെ ഏക സംസ്ഥാനമിതാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്നതിന്റെ ആദ്യ പോളിംഗ് നടന്നു കഴിഞ്ഞു. 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 1 ഈ തെരഞ്ഞെടുപ്പ്, അതായത് പോളിംഗിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. ജൂൺ 4 ഇതിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരുടെയും വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ അതിശക്തമായ രൂപത്തിൽ നടന്നു വരികയാണ്. ദേശീയാടിസ്ഥാനത്തിൽ 28 സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ, തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതാണ്ടൊരു തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ നാട്ടിലാണ് കേരളത്തിൽ ജനങ്ങൾ ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. വർഗീയതയുമായി സമരസപ്പെടാതെ രാജ്യത്തിന്റെ മതേതര മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, രാജ്യത്തിന്റെ സാഹോദര്യം നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്, ബഹുസ്വരതയുടെ നാടാണ്, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന നാടാണ്. ഭാരതം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ച നാടാണ്. രാജാക്കന്മാർ നാടുവാഴപ്പോൾ ഈ നാട്ടിൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചു, ബഹുസ്വരതയെ അംഗീകരിച്ചു. നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുവാൻ കഴിഞ്ഞ നാടാണ്. ആ നാട്ടിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങി പരിലസിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു, ഈ വൈവിധ്യങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നവർ പറയുന്നു, ഒരു രാജ്യം ഒരു വസ്ത്രധാരണ രീതി എന്ന് പറയുന്നു, ഒരു രാജ്യം ഒരു ഭക്ഷണ രീതി എന്നവർ പറയുന്നു, ഒരു രാജ്യം ഒരു നികുതി എന്നവർ പറയുന്നു. നമ്മൾ നോക്കൂ, നമ്മൾ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ എങ്ങനെയാണ് അവർ ഇല്ലായ്മ ചെയ്യുന്നത്. കേരളത്തെ ഈ സമ്മേളനം നടക്കുമ്പോൾ പോലും നമുക്കറിയാം, നമ്മുടെ നാട് മതസാഹോദര്യത്തിന്റെ നാടാണ്. എന്റെ മുന്നിലിരിക്കുന്ന, തലയിൽ തട്ടവിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അതുപോലെ നെറ്റിയിൽ സിന്ദൂരക്കുരി ചാർത്തിയ മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിൽ കുരിശുമാലയണിയുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം സ്വാഭാവികമായും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുകയാണ്. അവർ സ്വാഭാവികമായും അവർ ഈ നാട്ടിൽ എത്രയോ പതിറ്റാണ്ടുകളായി ജീവിക്കുകയാണ്. അവർ തമ്മിൽ സ്പർദ്ധയില്ല. മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം കാരാഗ്രഹത്തിന്റെ ഇരുണ്ടറയിൽ ചെലവഴിച്ചുകൊണ്ട് ലക്ഷം വരുന്ന മനുഷ്യർ വൈദേശിക ആധിപത്യത്തിന്റെ, വൈദേശിക കുതിരപ്പട്ടാളത്തിന്റെ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത വെട്ടിയ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടം, ആ സമരം ഈ നാട്ടിലെ മനുഷ്യർ ഏറ്റെടുത്തു.
കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രവിശ്യ മഹാരാജ്യങ്ങളിലൂടെ ഹിന്ദുവിനെ, മുസൽമാനെ, പാഴ്സിയെ, ജൈനനെ, സിഖുകാരനെ ഒരു മാലയിൽ കൊത്തുണക്കിയ മുത്തുമണികളെ പോലെ ഇന്ത്യയിലെ മനുഷ്യരെ വർഗീയമായി വേർതിരിവ് നടത്തുകയല്ല, മനുഷ്യരെ സഹോദരത്തിന്റെ മന്ത്രങ്ങളിൽ വിട്ടുകൊണ്ട് മനുഷ്യരെ ഒരുമിച്ച് നിർത്തി വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി ശരാശരി മനുഷ്യനോടൊപ്പം സഞ്ചരിച്ച് അവനോടൊപ്പം കൊണ്ടിറങ്ങിക്കിടന്ന ഒരു മനുഷ്യനുണ്ട്, രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ്. മുട്ടറ്റത്തോളം വരുന്ന ഒരു തോർത്തുമുണ്ട് കൊടുത്ത് കയ്യിലൊരു മുളവടിയുമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മതമൈത്രിയുടെ മന്ത്രങ്ങൾ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോയ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിന്റെ രാമരാജ്യമുണ്ട്. ആ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ട ഗ്രാമസ്വരാജുണ്ട്. ഗ്രാമങ്ങളുടെ ഉയർച്ചയിലൂടെ രാജ്യത്തിന്റെ ഉയർച്ചയെ സ്വപ്നം കൊണ്ട രാഷ്ട്രപിതാവിന്റെ സ്വപ്നങ്ങളുണ്ട്. ആ രാഷ്ട്രപിതാവ് എപ്പോഴും സ്വപ്നം കണ്ടത് എന്താണ്? ഇന്ത്യ ഒരു മതേതര ഇന്ത്യയായിരിക്കണം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യം വിഭജിക്കാൻ പാടില്ല. ഹിന്ദുവും മുസൽമാനും സഹോദരങ്ങളെ പോലെ കഴിയണം. അതുകൊണ്ടാണ് നവകാലീന തെരുവീതികളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിൽ പോലും വിഭജനത്തിലൂടെ ഈ രാജ്യത്ത് കലാപം നടന്ന മുസൽമാന്റെ കുടിലുകളുടെ ഉമ്മറപ്പടിയിൽ പോയിരുന്ന് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സാന്ത്വനിപ്പിക്കുവാൻ വേണ്ടി രാഷ്ട്രപിതാവ് ഗാന്ധിജി പോയത്.